എന്താണ് കല്യാണിയുടെ വീഡിയോയുടെ പ്രശ്നം? പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണോ പ്രശ്നം, അതോ വീഡിയോസിൻ്റെ പ്രശ്നമാണോ? ഇത് തീർന്നില്ലേ ഗൈസ്? ആക്ച്വലി ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഒന്നും ഇടാറില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു റിയാക്ഷൻ വീഡിയോ ഇടുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ കല്യാണി എന്ന് പറഞ്ഞ യൂട്യൂബറുടെ ട്രോൾ വീഡിയോസ്, അങ്ങനെയുള്ള വീഡിയോസാണ് കൂടുതലും കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് അപ്പോൾ അതിൻ്റെ റിവ്യൂ, ഇപ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. അതിനാണല്ലോ പ്രൊമോഷൻ വീഡിയോ. അതെല്ലാവരുടെ സ്കിന്നിനും സൂട്ടാണോന്നില്ല. അതിൽ കുറേ വീഡിയോസ് ഞാൻ കണ്ടു. ഡെർമറ്റോളജിയെ പറ്റി ഒന്നും അറിയാത്ത ഒരാളാണ് ഇതിന് പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ യൂട്യൂബേഴ്സും ഈ ഡെർമറ്റോളജി പഠിച്ചിട്ടാണോ പ്രൊമോട്ട് ചെയ്യുന്നത്? അല്ല. ഇപ്പോൾ ഓരോ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴും അതിൻ്റെ പുറകിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ വരുവാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റുകൾ തന്നെ ഈ രീതിയിലുള്ള കോഷൻസ് ഓൾറെഡി കൊടുക്കുന്ന സമയത്ത് ഒരാൾ റിവ്യൂ ചെയ്യാണ് അല്ലെങ്കിൽ ഒരാളത് പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാവും. അതിൻ്റെ 100% റെസ്പോൺസിബിലിറ്റി പ്രൊമോട്ട് ചെയ്ത ആൾക്ക് നല്ലല്ലോ വരുന്നത്. പിന്നെ കുറേ വീഡിയോസ് കണ്ടതെന്ന് പറഞ്ഞാൽ, ആദ്യം ഈ രീതിയിലായിരുന്നു വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്, വീട്ടമ്മയായിരുന്നു, ഇപ്പോൾ വേറെ രീതിയിലാണ്, ഇപ്പോൾ കുറേ ആൾക്കാർ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് വീഡിയോസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് കണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ വ്യത്യാസം. നമ്മൾ യൂട്യൂബിലാണെങ്കിൽ കൂടി നമുക്ക് അപ്ഡേറ്റ്സ് വരുന്നതിനനുസരിച്ച്, നമുക്ക് കോൺഫിഡൻസ് വരുന്നതിനനുസരിച്ചിട്ടല്ലേ നമ്മൾ ഇമ്പ്രൂവ് ആവുന്നത്. അത് ഇമ്പ്രൂവ് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ ഒരാളെ തന്നെ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെല്ലാവരെയും നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ആരും ഡെർമറ്റോളജിയും അല്ലാന്നുണ്ടെങ്കിൽ സ്കിൻ കെയറും ഒന്നും പഠിച്ചിട്ടല്ല നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. സോ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ റിവ്യൂ ചെയ്യുന്നു. ബട്ട് അത് നിങ്ങൾ നിർബന്ധമായും വാങ്ങിക്കണം, നിങ്ങൾ നിർബന്ധമായും യൂസ് ചെയ്യണമെന്നും ഒരു വീഡിയോസിലും ആരും പറയുന്നില്ല. സോ എല്ലാ മനുഷ്യർക്കും ഡ്രോബാക്സും ഉണ്ട്, പോസിറ്റീവ് സൈഡ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. അല്ലാതെ ഒരു കാര്യത്തിൽ മാത്രം പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് എനിക്കത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഇതിലൊക്കെ ഉപരിയായിട്ട് വരുന്നത്, അത്രയും ഫോളോവേഴ്സ് ഉള്ളൊരു ചാനലിൽ അതിനകത്ത് അവർ പ്രൊമോഷനോ അവരുടെ വീഡിയോസ് എല്ലാം ആൾക്കാർ കാണുന്നുണ്ട്, റീച്ച് ആവുന്നുണ്ട്, അവർക്ക് അവർ റെസ്പോൺസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം ഇഗ്നോർ ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്സ് അല്ലെങ്കിൽ യൂട്യൂബ് എന്നുള്ള പ്ലാറ്റ്ഫോം റണ്ണ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല എഫേർട്ട് വേണം, ഡെഡിക്കേഷൻ വേണം, എല്ലാം വേണം. അത്യാവശ്യം റീച്ച് ആവാനും നല്ല ഡെഡിക്കേഷൻ വേണം. അപ്പോൾ ഒരു ചാനൽ അതുപോലെ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ചാനൽ റീച്ച് ആവത്തുള്ളൂ. സോ അപ്പോൾ അതിനകത്ത് നമ്മൾ ഇടുന്ന വീഡിയോസ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ വീഡിയോസ് ഇടുന്നത് ബാക്കിയുള്ള വ്യൂവേഴ്സിന് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും അത്രയും വ്യൂസ് കിട്ടുന്നത്, അത്രയും വ്യൂവേഴ്സിൻ്റെ റേറ്റ് കൂടുന്നത് എല്ലാം. സോ പ്രൊമോഷൻ ചെയ്തതുകൊണ്ട് മാത്രം അവരങ്ങനെയാണ്, അവരുടെ വീഡിയോസ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ആർഗ്യുമെൻറ്റ് എനിക്ക് തോന്നുന്നത് അത് നല്ല രീതിയിലുള്ള ഒരു ആർഗ്യുമെൻ്റ് അല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പ്രൊമോഷൻ ചെയ്യുന്നവർക്ക് ചെയ്യാം, അത് പ്രൊമോഷൻ ചെയ്തിട്ട് അവർക്ക് ഇൻഫ്ലുവൻസ് ആവുന്നവർക്ക് അത് പ്രൊഡക്റ്റ് മേടിക്കാം, അത് യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, വ്യൂവേഴ്സിൻ്റെ ഇഷ്ടമാണ്. അവർ പ്രൊമോട്ട് ചെയ്യുന്നു, അവർ വീഡിയോ ചെയ്യുന്നു, അതൊക്കെ ഓക്കെ. നമ്മൾ യൂസ് ചെയ്യുന്നതും നമ്മളതിൻ്റെ സൈഡ് എഫക്ട്സ് എല്ലാം ചെയ്യുന്നതും ഇപ്പോൾ ഓരോരുത്തരുടെ സ്കിന്നും വ്യത്യാസമാണ്. ഇപ്പോൾ ഓരോരുത്തരുടെ, ഞാൻ ആ സൺസ്ക്രീനിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടതും ഓരോരുത്തരുടെ സ്കിന്നും വ്യത്യാസമാണ്. പ്രൊഡക്റ്റ് യൂസ് നമ്മൾ തന്നെ ഇപ്പം പേഴ്സണലി നമ്മൾ എത്ര പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു, നമ്മളുടെ ഒരു ഡിസിഷനാണ് നമ്മൾ ഏത് പ്രൊഡക്റ്റ് മേടിക്കണം, നമ്മൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം, നമുക്ക് പറ്റിയ രീതിയിലുള്ള പ്രൊഡക്ട്സ് ഏതാണെന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളാണ്. ഒരാളുടെ ഇൻഫ്ലുവൻസ് കാരണം നമ്മൾ ഈ പ്രൊഡക്റ്റ് മേടിച്ചു, നമ്മൾ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കി എന്ന് പറയുന്നില്ല. നമ്മൾ അവരെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. അവർക്ക് എങ്ങനെയാണോ വീഡിയോസ് റീച്ച് ആവുന്നത് ആ രീതിയിലായിരിക്കും അവർ വീഡിയോസ് ഇടുന്നത്. അവരുടെ വീഡിയോസിന് അവർ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പം നമ്മൾ അതിന് ആ രീതിയിലായിരുന്നു ആദ്യം വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്, ആദ്യമൊക്കെ വീട്ടമ്മയായിരുന്നു, ആ രീതിയിലുള്ള ഒരു ആർഗ്യുമെൻ്റ് കൂടെ കണ്ടു. നമ്മളുടെ ഇഷ്ടമല്ലേ നമ്മൾ ഏത് രീതിയിൽ വീഡിയോസ് ഇടണം എന്നുള്ളത്. അപ്പോൾ കാണുന്നവർക്കത് കാണാം, അല്ലാത്തവർക്ക് കാണണ്ട, അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. സോ അതുകൊണ്ട് ഒരാളെ തന്നെ ബ്ലെയിം ചെയ്യുന്നതിൽ എനിക്ക് അത്ര വലിയ ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒത്തിരി യൂട്യൂബേഴ്സ് ഒരുപാട് പ്രൊഡക്ട്സ്, ഈ ബ്യൂട്ടി മാത്രമല്ല അല്ലാത്ത പ്രൊഡക്ട്സും
സ്കിൻ കെയർ അല്ലാത്ത പ്രൊഡക്ട്സ് തന്നെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഡ്രോബാക്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം ഈച്ച് ആൻഡ് എവരി വൺ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാനതൊന്ന് എൻ്റെ അഭിപ്രായം ഞാനൊന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തെറ്റ